വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് വോളണ്ടറി രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ എന്താണ് കമ്പൽസറി രജിസ്ട്രേഷൻ, കമ്പൽസറി രജിസ്ട്രേഷൻ്റെ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്, ട്രാൻസാക്ഷൻ എങ്ങനെയാണ്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കമ്പൽസറി രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്ന് മാത്രമാണ്. നമുക്ക് വോളണ്ടറി രജിസ്ട്രേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ട്രാൻസാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസിനെ കുറിച്ചോ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ വീഡിയോക്കകത്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പം സപ്പോസ് നിങ്ങൾ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണേ, അല്ലെങ്കിൽ എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യണേ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഈ വീഡിയോക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടന്നോട്ടെ. ദാറ്റ് മീൻസ് നിങ്ങൾ ഓൾറെഡി ബിസിനസ് ഉള്ള ഒരാളായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോഴാണ് ആ പറയുന്ന ത്രെഡ് ഹോൾഡ് ലിമിറ്റ് എത്തിയപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഉറപ്പായി. ഈ പറയുന്നത് പോലെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഉറപ്പായി. ഓക്കെ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആണ്. സോ നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഓക്കെ, സോ എന്തൊക്കെ പ്രോസസ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് നിങ്ങൾ കഴിഞ്ഞു പോകും നമുക്ക് നോക്കാം. സിറ്റുവേഷൻ ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയായിരുന്നു? നിങ്ങൾ ആ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് എത്തി, നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സിറ്റുവേഷനായി. സോ വാട്ട് നെക്സ്റ്റ്? നമ്മൾ GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ഓക്കെ, സോ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി പറയുന്ന വീഡിയോ ചെയ്യുമ്പോൾ മൊത്തം നമ്മൾ കുറച്ച് ഫോം നമ്പേഴ്സ് പറയും. ഓക്കെ, സോ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഫോം നമ്പർ ഒന്ന് എഴുതിയെടുത്താൽ, ഫോൺ നമ്പർ അല്ല കേട്ടോ, ഫോം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം നമ്പർ ഒന്ന് എഴുതിയെടുത്താൽ നമുക്കത് കുറച്ചും കൂടെ അങ്ങ് എളുപ്പമായി തോന്നും കേട്ടോ. കാരണം ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ഈ പഠിച്ച എല്ലാ ഫോമുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ രജിസ്ട്രേഷനിലോട്ട് കിടക്കാൻ പോകും. നോക്കാം. രജിസ്ട്രേഷൻ പ്രൊസീജിയർ അണ്ടർ GST അണ്ടർ സെക്ഷൻ 25 ഓഫ് CGST. ഓക്കെ, സോ രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറയുന്നത് 25, സെക്ഷൻ നമ്പർ 25. നോക്കാം. എവരി പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു രജിസ്റ്റർ ഷാൾ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ within 30 days from the date on which he becomes liable to registration. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? എന്നാണോ നിങ്ങൾ ലൈബിൾ ടു ബി രജിസ്റ്റേർഡ് ആവുന്നത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് എപ്പോഴാണോ എത്തുന്നത്, ഓക്കെ, അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്യണം. മനസ്സിലായോ? ഇനി ബിഫോർ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ഡിക്ലെയർ ഹിസ് എന്തൊക്കെയാ? ലീഗൽ നെയിം ഓഫ് ബിസിനസ്, പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. സോ നമ്മൾ ഇന്നാണ് നമ്മുടെ ആ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് എത്തി എന്ന് വിചാരിക്കുക. 10ഓ 20ഓ 40ഓ ആ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് ഇന്നാണ് എത്തിയെന്ന് വിചാരിക്കുക. നമുക്ക് നോക്കി ഷാൾ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, ആ ലിമിറ്റ് എത്തി 30 ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ അപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. മനസ്സിലായോ? ഇനി കൊടുക്കുന്ന നേരത്തെ എന്തൊക്കെ കാര്യങ്ങളും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം? നമ്മുടെ ലീഗൽ നെയിം ഓഫ് ബിസിനസ്, നമ്മുടെ ബിസിനസിന്റെ ലീഗൽ നെയിം എന്താണ്, നമ്മുടെ പാൻ നമ്പർ എത്രയാണ്, നമ്മുടെ മൊബൈൽ നമ്പർ എത്രയാണ്, നമ്മുടെ ഇമെയിൽ അഡ്രസ് എത്രയാണ്, നമ്മുടെ യൂണിയൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഏതാണ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. ഇനി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇൻ പാർട്ട് A ഓഫ് ഫോം GST REG 01 ഓൺ കോമൺ പോർട്ടൽ. ദാറ്റ് മീൻസ് കോമൺ പോർട്ടലിനകത്ത് കയറി ഈ പറയുന്ന GST REG 01 എന്ന് പറയുന്ന ഫോമിന്റെ ഏതെടുക്കണം എന്ന് പറയുന്ന ഫോമിന്റെ പാർട്ട് A എന്ന് പറയുന്ന ഫോമിന്റെ പാർട്ട് Aക്കകത്ത് ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായോ? സോ പറഞ്ഞ പോയിന്റ് വീണ്ടും പറയുന്നു. എന്നാണോ നിങ്ങൾ രജിസ്റ്റേർഡ് ആവേണ്ടത് അല്ലെങ്കിൽ ലൈബിൾ ടു ബി രജിസ്റ്റേർഡ് ആവുന്നത്, അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന GST REG 01 എന്ന് പറയുന്ന ഫോമിന്റെ പാർട്ട് A എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫില്ല് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ വേണം? നമ്മുടെ ലീഗൽ നെയിം വേണം, പാൻ നമ്പർ വേണം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. ആ ഫോം ഓർത്തിരുന്നോട്ടെ. GST REG 01 പാർട്ട് A. ഇനി ഓൺ സക്സസ്ഫുൾ വെരിഫിക്കേഷൻ ഓഫ് ദീസ് നമ്പേഴ്സ് എ റെഫറൻസ് നമ്പർ വിൽ ബി ജനറേറ്റഡ്. നോർമൽ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ കിട്ടുന്ന മറ്റേ ഏതുപോലെ തന്നെയാണ്, ഈ ഒരു റെഫറൻസ് നമ്പർ പോലെ തന്നെ പാർട്ട് A സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. And applicant shall submit part B form GST REG 01 duly signed along with the document specified in said form at the common bottom. മനസ്സിലായി? അതായത് ഈ പറയുന്ന പോലെ റെഫറൻസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഏതിനകത്ത്? പാർട്ട് B GST REG 01 പാർട്ട് B എന്ന് പറയുന്ന ഫോമിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അങ്ങനെ നമ്മുടെ അപ്ലിക്കേഷൻ ഓക്കെ ആയാൽ ആ അപ്ലിക്കേഷൻ്റെ ഒരു അക്നോളജ്മെന്റ് ലെറ്റർ നമുക്ക് കിട്ടും. അത് ഏത് ഫോമിനകത്തായിരിക്കും? ഫോം GST REG 02
acknowledgement letter of application. Okay, if the documents are found to be in order, the proper officer shall approve the registration within 3 working days. Within 3 working days from the date of submission. That means നമ്മൾ ഈ പറയുന്ന GST RIG 01 എന്ന് പറയുന്ന ഫോമിന്റെ പാർട്ട് എയും പാർട്ട് ബിയും രണ്ട് പ്രോപ്പർ ആയിട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? GST RIG 02 എന്ന് പറയുന്ന ഫോമിനകത്ത് ഒരു അക്നോളജ്മെന്റ് ലെറ്റർ കിട്ടും. നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ കറക്റ്റ് ആയാൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയാൽ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ എന്തായി? നമ്മൾ രജിസ്റ്റേർഡ് ആവും. മനസ്സിലായി? Found to be in order, the proper officer shall approve registration. 3 ദിവസത്തിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ നമുക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ രജിസ്ട്രേഷൻ തരും. സോ അതിന്റെ പ്രോസസ് എന്തായിരുന്നു? ഒന്നും കൂടെ, എപ്പോഴാണോ ലൈബിൾ ടു ബി രജിസ്റ്റർ ആവുന്നത് വിത്തിൻ 30 ഡേയ്സ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ ഫോമിന് 2 പാർട്ടാണ്. GST RIG 01 എന്ന് പറയുന്ന ഫോമിനകത്ത് 2 പാർട്ട് ഉണ്ട്. പാർട്ട് എക്കകത്ത് ഈ പറയുന്ന പോലെ ലീഗൽ നെയിം, പാൻ കാർഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, സ്റ്റേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ആഫ്റ്റർ ദാറ്റ് GST RIG 01 പാർട്ട് ബി എന്ന് പറയുന്നതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ GST RIG 02 എന്ന് പറയുന്ന ഫോമിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് കിട്ടും? അക്നോളജ്മെന്റ് ലെറ്റർ കിട്ടും. കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയാൽ ഈ പറയുന്ന പോലെ പ്രോപ്പർ ഓഫീസർ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടും? GST രജിസ്ട്രേഷൻ ഓക്കെ. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളത് കേട്ടോ, കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ഒരു ചെറിയൊരു വേർഡ് പറഞ്ഞായിരുന്നു. ഏതാ? കോൺസെപ്റ്റ് ഓഫ് ഡിസ്റ്റിങ് പേഴ്സൺ അണ്ടർ GST. ഓക്കെ, സോ നോക്കിയേ, the distinct person are person with a different GSTN belonging to one legal entity. അതായത് ഒരു സിംഗിൾ പാനിനകത്ത് എന്ത് വരും? പേഴ്സൺ വിത്ത് ഡിഫറെന്റ് GSTN. സിറ്റുവേഷൻ മനസ്സിലായോ? സിറ്റുവേറ്റഡ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് ഓർ in 2 different states or in a 2 different country. എങ്ങനെ വേണമെങ്കിലും ആവാം. സോ ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നോക്കേ, ഒരു സിംഗിൾ പാൻ ആയിരിക്കും, ഒരു സിംഗിൾ പാൻ നമ്പർ ആയിരിക്കും. അവർക്ക് ഒന്നിൽ കൂടുതൽ ഏതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും? ഈ പറയുന്നത് പോലെ GST ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. GST നമ്പേഴ്സ് ഉണ്ടാവും. അതിനകത്ത് അവരൊരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് എ പേഴ്സൺ ഹാസ് 1 place of business in Maharashtra for which registration is obtained and another place of business in the same person in Gujarat for which the registration is obtained, then such a place of business will be considered as distinct person. Situation മനസ്സിലായോ? എങ്ങനെയായിരുന്നു? If a person has a place of business in Maharashtra, മഹാരാഷ്ട്രയിൽ പുള്ളിക്കാരന് ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങേരുടെ പാൻ നമ്പർ വെച്ചിട്ട് ഒരാൾക്ക് ഒരു പാൻ നമ്പർ ഉണ്ടാവുള്ളൂ, ഒരു പാൻ കാർഡ് ഉണ്ടാവുള്ളൂ അല്ലേ? സോ മഹാരാഷ്ട്രയിൽ അങ്ങേര് പാൻ നമ്പർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇനി ആൻഡ് അനദർ പ്ലേസ് ഓഫ് ബിസിനസ് of the same person in Gujarat, അതേ പാൻ നമ്പർ വെച്ചിട്ട് ഗുജറാത്തിലും അങ്ങേർക്ക് എന്ത് തുടങ്ങിയിട്ടുണ്ട്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ then such a place of business will be considered as distinct person. സോ ഇങ്ങനെ വരുന്ന, അതായത് ഒരു പാൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ GST രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, GST ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഈ പറയുന്നത് പോലെ ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് പറയുന്നത് പറയണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എക്സാമ്പിളിലോട്ട് വന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ നോക്കി, എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൾ ബി ഗ്രാന്റഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി പ്രൊവൈഡഡ് ദാറ്റ് എ പേഴ്സൺ ഹാവ് എ മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ് in a state or union territory may be granted a separate registration for each business vertical subject to such conditions as may be prescribed. അതായത് സാധാരണ രീതിയിൽ GSTയുടെ രജിസ്ട്രേഷൻ എടുക്കുന്നത് ഒരു സ്റ്റേറ്റിൽ ഒരെണ്ണം മതി. മനസ്സിലായോ? പക്ഷേ ഇവിടെ പറയുന്നത് ബിസിനസ് വെർട്ടിക്കൽസ് ആവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ GST നമ്പർ എടുക്കാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറയാം. ഈ പറയുന്നത് പോലെ ഒരാളുടെ ഒരു ബിസിനസ് ഫാർമസ്യൂട്ടിക്കൽ ആയിരുന്നു, വേറൊരെണ്ണം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരെണ്ണം ഫാർമസ്യൂട്ടിക്കൽ ആയിരുന്നു, ഒരെണ്ണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ബിസിനസ് വെർട്ടിക്കൽസ് ആണ്, നമുക്ക് രണ്ട് GST നമ്പർ നമുക്ക് എടുക്കേണ്ടി വരും. മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. സോ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ, ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു GST നമ്പർ എടുത്താൽ മതി.
കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒന്നിൽ കൂടുതൽ GST നമ്പർ പോസിബിൾ ആണ്, അവൈലബിൾ ആണ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ബിസിനസ് വെർട്ടിക്കൽ ആണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇതെല്ലാം പറയുന്ന ഒറ്റ വേർഡിന്റെ പുറകിലാട്ടോ. ഏതാ? ഡിസ്റ്റിങ് പേഴ്സൺ ഇൻ GST, അതിന്റെ പുറകിലാണ്. ഒരു GST അല്ലെങ്കിൽ സോറി ഒരു പാൻ കാർഡ് വെച്ച് ഒന്നിൽ കൂടുതൽ GST അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ GST ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അത് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് വെർട്ടിക്കൽസ്, ദ ടേം ബിസിനസ് വെർട്ടിക്കൽസ്, ദ ടേം ബിസിനസ് വെർട്ടിക്കൽസ്. അതിനകത്ത് നമ്മളോട് പറയുന്നത് എന്താ? ഈ പറയുന്നത് പോലെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ ഒരു രജിസ്ട്രേഷനേക്കാൾ കൂടുതൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അതർവൈസ് നമുക്ക് ഒരു സ്റ്റേറ്റിൽ എത്ര രജിസ്ട്രേഷനെ കിട്ടുള്ളൂ? ഒരു രജിസ്ട്രേഷനെ കിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി രജിസ്ട്രേഷന്റെ സമയത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് വിത്ത് എഫക്ട് ഫ്രം 1/8/2019 ഓതന്റിക്കേഷൻ ഓർ ഫർണിഷിംഗ് പ്രൂഫ് ഓഫ് പൊസഷൻ ഓഫ് ആധാർ നമ്പർ എന്നും കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ആധാറിന്റെ ഓതന്റിഫിക്കേഷൻ ഓർ പ്രൂഫ് ഓഫ് പൊസഷൻ ഓഫ് ആധാർ നമ്പർ. സിറ്റുവേഷൻ മനസ്സിലായി? നോക്കാം എന്താണെന്ന് നോക്കാം. In section 25 of the Central Goods and Service Tax Act, after subsection 6, the following subsection shall be inserted. Namely, section 6A. Okay, every registered person shall undergo authentication or furnishing proof of possession of Aadhaar number in such form and manner and within such a time as may be prescribed. സോ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ആധാർ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഓതന്റിക്കേഷൻ അത് ചെയ്തിരിക്കണം. മനസ്സിലായി? അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ആൻ ആധാർ നമ്പർ ഈസ് നോട്ട് അസൈൻ ടു ദ രജിസ്റ്റേർഡ് പേഴ്സൺ. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആപ്ലിക്കേഷന്റെ സമയത്ത് ആധാർ നമ്പർ കൂടെ അങ്ങ് കൊടുത്താൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആധാർ നമ്പർ വെച്ചിട്ട് ഓതന്റിക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ഈ പറയുന്നത് പോലെ നമുക്കൊരു ഏതാ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ഫോമിനകത്ത് ഓതന്റിക്കേഷൻ ആയിട്ട് ഏതും കൂടെ അങ്ങ് സബ്മിറ്റ് ചെയ്താൽ മതി. ഈ പറയുന്ന ആധാർ കാർഡും കൂടെ വെച്ചാൽ മതി. ഇനി അങ്ങനെ ആധാർ കാർഡ് ഇല്ല എന്ന് വിചാരിക്കുക. Okay, such person shall be offered alternative and viable means of identification in such manner as may be as government may on recommendation of the council prescribe. ആധാർ ഇല്ലെങ്കിൽ അതിന് ബദലായിട്ട് ഏതെങ്കിലും ആരുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് തീരുമാനിക്കും. ചെയ്ത കാര്യം മനസ്സിലായോ? ഓക്കെ. സോ സാധാരണ രീതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന നേരത്ത് ഏതിൻ്റെ ഓതന്റിക്കേഷനും കൂടെ വേണം? ഈ പറയുന്ന പോലെ ആധാർ കാർഡിൻ്റെ ഓതന്റിക്കേഷനും കൂടെ വേണം. അങ്ങനെ ആധാർ കാർഡിൻ്റെ ഓതന്റിക്കേഷൻ ഇല്ല എങ്കിൽ ഈ പറയുന്ന കൗൺസിലിൻ്റെ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെന്റിന് ഏതാണ് ഓതന്റിക്കേഷൻ ആയിട്ട് തീരുമാനിക്കേണ്ടതെന്ന് നോക്കാം. ബാക്കിയുള്ള അതിനകത്തെല്ലാം പറയുന്നത് ഒരേ കാര്യങ്ങളാണ്. 6B ആണെങ്കിലും 6E ആണെങ്കിലും എല്ലാത്തിനകത്ത് പറയുന്നത് ഒരേ കാര്യങ്ങളാണ്. ഇവിടെ നോക്കി 6E നോക്കി HUFന്റെ കേസാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എല്ലാത്തിനകത്ത് കോമൺലി ഡിസ്കസ് ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ നിങ്ങളുടെ ഓതന്റിക്കേഷൻ ആയിട്ട് എന്ത് കൊടുത്തേ പറ്റൂ? ആധാർ കൊടുത്തേ പറ്റൂ. അതല്ലെങ്കിൽ ഈ പറയുന്ന GST കൗൺസിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഇവിടെ നോക്കിയേ, നമ്മളോട് പറഞ്ഞു നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോസസ്സുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ, അല്ലേ, നമ്മൾ പറയുന്ന പ്രോസസ്സുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 3 ദിവസത്തോടെ രജിസ്ട്രേഷൻ കിട്ടും. താൽക്കാലികമായിട്ട് ഇതിനിടയിൽ പറഞ്ഞ ആ ഡിസ്റ്റിങ് പേഴ്സണും ആധാർ കാർഡും ഒന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ. നിങ്ങളത് മെറ്റീരിയൽ എടുത്ത് വായിക്കുമ്പോഴും നമ്മൾ ആ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെയാണ് ഈ പറയുന്ന ഡിസ്റ്റിങ് പേഴ്സണും ആധാർ കാർഡിൻ്റെ കാര്യം കിടക്കണേ. താൽക്കാലികമായിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിലോട്ട് വരിക. അങ്ങനെ കണക്ട് ചെയ്ത് വായിക്കുക. അവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? അപ്ലിക്കേഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 3 ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, അല്ലേ? GST REG 01 പാർട്ട് എ പാർട്ട് ബി അക്നോളജ്മെന്റ് കിട്ടുന്നത് GST REG 02നകത്ത്. ഇനി ഇവിടെ പറയുന്നത് നോക്കേ, where the application is found to be deficient for any reason, then the proper officer require any further information he shall intimate to the applicant. അതായത് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഓഫീസർ ഇത് ആരെ അറിയിക്കണം? നമ്മുടെ അപ്ലിക്കന്റിനെ അറിയിക്കണം. എത്ര ദിവസത്തിലാണെന്ന് അറിയാമോ? നോക്കി, വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ GST REG 03 എന്ന് പറയുന്ന ഫോമിനകത്ത്. സോ ഫോം നമ്പർ GST REG 01 അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. GST REG 02 എന്താ ആ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷന്റെ അക്നോളജ്മെന്റ് ആണ്. GST REG 03 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് ഓഫീസർ നമ്മളെ ഇന്റിമേറ്റ് ചെയ്യണം, അറിയിക്കണം.
ഏത് ഫോമിനകത്ത്? GST REG 04 എന്ന് പറയുന്ന ഫോമിനകത്ത്. ഇനി അങ്ങനെ ഒരു ഇൻറ്റിമേഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ദ അപ്ലിക്കന്റ് ഷാൾ സബ്മിറ്റ് ദ റിപ്ലൈ വിത്ത് ക്ലാരിഫിക്കേഷൻ. എന്തൊക്കെയാണോ കുറവുകൾ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള റിപ്ലൈ കൊടുക്കുക. എങ്ങനെയാ? ഫോം GST REG 04 വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. സിറ്റുവേഷൻ മനസ്സിലായി? എങ്ങനെയായിരുന്നു? നമ്മൾ കൊടുക്കുന്നു, അത് ഓക്കെ ആണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. GST REG 03 എന്ന് പറയുന്ന ഫോമിനകത്ത് 3 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിന്റെ കുറവ് എന്താണെന്ന് നോക്കി അതിന് റിപ്ലൈ തരിക. അങ്ങനെ റിപ്ലൈ കിട്ടിയാൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? 7 ദിവസത്തിനുള്ളിൽ അതിന്റെ ക്ലാരിഫിക്കേഷനോടുകൂടി GST REG 04 എന്ന് പറയുന്ന ഫോമിനകത്ത് അതിന്റെ റിപ്ലൈ കൊടുക്കണം. സോ GST REG 01 അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. GST REG 02 അപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് ആണ്. GST REG 03 എന്തായിരുന്നു? കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റിമേഷൻ ആണ്. ആൻഡ് GST REG 04 എന്ന് പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു ഇന്റിമേഷൻ കിട്ടിയാൽ അത് ക്ലാരിഫൈ ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. മനസ്സിലായി? ഇനി പറഞ്ഞാൽ നോക്കി, ദ പ്രോപ്പർ ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്ലാരിഫിക്കേഷൻ. നമ്മൾ കൊടുത്തിരിക്കുന്ന REG 04 കൊടുത്തിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ എല്ലാം ഓക്കെ ആണ് എന്ന് പ്രോപ്പർ ഓഫീസർക്ക് മനസ്സിലായാൽ he may approve the grant of registration to the applicant within 7 working days on the receipt of such clarification. ഓക്കെ, സോ REG 04 കൊടുത്തു, അത് ഓക്കെ ആണ് എന്ന് മനസ്സിലായാൽ പുള്ളിക്കാരൻ അതിനകത്ത് എന്ത് ചെയ്യും? അത് ക്ലാരിഫൈ ചെയ്യും. എന്നിട്ട് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ രജിസ്ട്രേഷന്റെ പ്രോസസ് ഓക്കെയാണ്. ഇനി if no reply is furnished by the applicant in response to the notice issued by the proper officer is not satisfied with the clarification, he shall reject the application with the reasons in writing and inform applicant in GST 0G05. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്റിമേഷന് നമ്മൾ റിപ്ലൈ കൊടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരന് മതിയായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ REG 05 എന്ന് പറയുന്ന ഫോമിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ 1ൽ അപ്ലിക്കേഷൻ കൊടുക്കാം, 2ൽ അക്നോളജ്മെന്റ് ആണ്, 3ൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇന്റിമേഷൻ ആണ്, ആൻഡ് 4ൽ ക്ലാരിഫിക്കേഷൻ ആണ്. ആ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ആ പറയുന്ന ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിലോ, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ അസസിംഗ് ഓഫീസർക്ക് മതിയായില്ലെങ്കിലോ എന്ത് ചെയ്യാം? REG 05 എന്ന് പറയുന്ന ഫോമിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇനി വേർ നോ ആക്ഷൻ ഈസ് ടേക്കൺ ഇൻ 7 വർക്കിംഗ് ഡേയ്സ്, ഇതാണ് ഡീംഡ് രജിസ്ട്രേഷൻ. അതായത് 7 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന അസസിംഗ് ഓഫീസർ യാതൊരു തരത്തിലുള്ള ആക്ഷൻസും എടുത്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഏതാ? പുള്ളിക്കാരൻ രജിസ്ട്രേഷൻ ഒന്നും തന്നില്ല, അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്തോ, ഒരു തരത്തിലുള്ള ആക്ഷൻസും എടുത്തില്ല എന്ന് വിചാരിക്കുക. ഓൺ ദ ക്ലാരിഫിക്കേഷൻ റിസീവ്ഡ് ഫ്രം ദ അപ്ലിക്കന്റ് ദ രജിസ്ട്രേഷൻ ഈസ് ഡീംഡ് ടു ബി ഗ്രാൻഡഡ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രജിസ്ട്രേഷനെ നമുക്ക് എങ്ങനെയായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡീംഡ് ടു ബി ഗ്രാൻഡഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷനെ കുറിച്ച് പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറും. ആ പ്രോസസ്സ് ഓർത്തിരിക്കണേ. നിങ്ങൾ വായിക്കുമ്പോഴും താൽക്കാലികമായിട്ട് ആ ഡിസ്റ്റിങ് പേഴ്സണെയും ആധാർ കാർഡിനെ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനകത്ത് രണ്ടിലും വലിയ വാല്യൂ ഒന്നുമില്ല. ഈ പറയുന്ന കണക്ഷൻ നമ്മുടെ ഏതിൻ്റെ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി പറയണത് എന്താണെന്ന് നോക്കി, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇപ്പോൾ GST 05 വരെയായി. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ GST 05 പ്രകാരം ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? The certificate of registration shall be granted in GST REG 06. എല്ലാം ഓക്കെ ആണെങ്കിൽ GST REG 06 എന്ന് പറയുന്ന ഫോമിനകത്ത് നമുക്ക് എന്ത് കിട്ടും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി the certificate of registration contains goods and service tax identification number. അതായത് GSTIN എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. GSTIN, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതായത് നിങ്ങൾ ഈ പറയുന്ന GST അടയ്ക്കുന്ന എല്ലാ ബില്ലിനകത്തും അവരുടെ പേരിന്റെ കൂടെ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ നെയിമിന്റെ കൂടെ ഈ പറയുന്ന GSTIN കൂടെ വെക്കണം. രജിസ്ട്രേഷൻ കിട്ടിയാൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഓഫീസിനകത്ത് നമ്മുടെ ബോർഡിനകത്ത്, ഓഫീസിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന വലിയ ബോർഡിനകത്ത്, ഇതിനകത്ത് എല്ലാത്തിനകത്തും നിർബന്ധമായിട്ടും ഏത് കാണിച്ചിരിക്കണം? GSTIN എന്ന് പറയുന്ന നമ്പർ കാണിച്ചിരിക്കണം. സോ നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ നമ്പറാണ്. മനസ്സിലായോ? അതായത് GST REG 06-നകത്താണ് നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കിട്ടണേ. നോക്കി, ഈ നമ്പേഴ്സിനെ കുറിച്ചാണ് പറയണേ. 2 character ഫോർ ദ സ്റ്റേറ്റ് കോഡ് ആൻഡ് 10 character ഫോർ ദ പാൻ നമ്പർ. നമ്മൾ ആരാണോ അല്ലെങ്കിൽ ആരുടെ പാൻ ആണോ കൊടുക്കണേ ആ പാൻ നമ്പർ. 2 character ഫോർ ദ എൻറ്റിറ്റി കോഡ് ആൻഡ് 1 ചെക്സം ക്യാരക്ടർ. അതായത് ആ കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയണേ. നോക്കി,
കണ്ടോ, പാൻ ബേസ്ഡ് 15 ഡിജിറ്റ്സ് നമ്പറാണ് നമുക്ക് പറഞ്ഞത്. GSTIN ആട്ടോ. GST REG 06 രജിസ്ട്രേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ GSTIN കുറിച്ചാണ് പറയണേ. 15 അക്ക നമ്പറാണ് നമുക്ക് കിട്ടണേ. എന്ത് ചെയ്യണം? ആദ്യത്തെ 2 നമ്പർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന 10 നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ്, നമ്മുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കന്റിന്റെ എന്താ പാൻ നമ്പറാണ്. അത് കഴിഞ്ഞിട്ട് ഒരു നമ്പർ എന്ന് പറയുന്നത് എൻറ്റിറ്റി നമ്പർ ഓഫ് ദ സെയിം പാൻ ഹോൾഡർ ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് ബൈ ഡിഫോൾട്ട് ആൻഡ് ദ ലാസ്റ്റ് വൺ ചെക്ക് സം ഡിജിറ്റ്സ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ആ 15 അക്ക നമ്പർ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയാണ് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയണത് എന്താണെന്നറിയാമോ? നോക്കി, ഫർണിഷിംഗ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മൾ എന്തും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഫർണിഷ് ചെയ്യണം. അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ നമ്മൾ എന്തും കൂടെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഫർണിഷ് ചെയ്തേ പറ്റൂ. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് ഒമിറ്റഡാ, ആ സാധനമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് പഠിക്കാനുള്ളത്. രജിസ്ട്രേഷനകത്ത് അധികപ്പറ്റായിട്ട് കയറി വന്ന 2 ആൾക്കാരുണ്ട്. ഒന്ന് ഡിസ്റ്റിങ്ക്ട് പേഴ്സണും പിന്നൊന്ന് പൊസിഷൻ ഓഫ് ആധാറും. അത് അധികപ്പറ്റല്ല, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പ്രൊസീജിയറിനകത്ത് അത് അധികപ്പറ്റ കേട്ടോ. സോ നിങ്ങൾ പഠിക്കുമ്പോഴും അതേ പ്രോസസ്സിൽ തന്നെ പഠിക്കുക. അതേ പ്രോസസ്സിൽ തന്നെ. ദാറ്റ് മീൻസ് നിങ്ങൾ എന്നാണോ ലൈബിൾ ടു ബി രജിസ്റ്റേർഡ് ആവുന്നത്, വിത്തിൻ 30 ഡേയ്സ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് REG 001 എന്ന് പറയുന്ന പാർട്ട് A എന്ന് പറയുന്ന ഫോമിനകത്താണ്. പിന്നെ റെഫറൻസ് നമ്പർ കിട്ടും. പാർട്ട് ബിക്ക് അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? REG 02 എന്ന് പറയുന്ന ഫോമിനകത്ത് അതിൻ്റെ അക്നോളജ്മെന്റ് കിട്ടും. ഇനി കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ REG 03 എന്ന് പറയുന്ന ഫോമിനകത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു ഇൻറ്റിമേഷൻ അയക്കും. നമ്മളത് തിരിച്ച് REG 05 എന്ന് പറയുന്ന ഫോമിനകത്ത് നമ്മൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്തിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ സമയത്തിന് കൊടുത്തില്ലെങ്കിലോ കൊടുത്തിരിക്കുന്നത് ശരിയല്ലെങ്കിലോ REG 05നകത്ത് നമ്മുടെ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യും. ഇനി ഇതെല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലെങ്കിൽ REG 06 പ്രകാരം നമുക്ക് എന്ത് കിട്ടും? രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം കിട്ടും. സിറ്റുവേഷൻ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. സോ വീഡിയോ കാണുക, നല്ലപോലെ നോക്കുക. ഞാൻ ഏതെടുത്തിട്ടില്ല, നമ്മുടെ രജിസ്ട്രേഷൻ ഓൺ ട്രാൻസാക്ഷൻ അല്ലേ? കമ്പൾസറി രജിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ഉണ്ട്, കമ്പൾസറി രജിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ ഉണ്ട്. ട്രാൻസാക്ഷൻ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഓരോ ട്രാൻസാക്ഷനകത്തും രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ വീണ്ടും വരുന്നുണ്ട്. സോ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. സോ ഇത്രയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ബൈ.